ഇന്ന് രാവിലെ സബ്സ്റ്റാക്ക് എടുത്തിട്ട് അതിലിങ്ങനെ ആർട്ടിക്കിൾസ് വായിക്കാൻ വേണ്ടി സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ആർട്ടിക്കിളിൻ്റെ ഹെഡ്ലൈൻ, ഓക്കെ, അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ ഇറ്റ് കോട്ട് മൈ അറ്റൻഷൻ. ഇറ്റ് സേസ് ദി ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ബീയിങ് ദി നൈസ് ഗേൾ. സോ ആ ഒരു സാധനം എടുത്തിട്ട് ഞാൻ ചുമ്മാ വായിച്ചു തുടങ്ങിയത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ ഗേൾസിനെ ക്ലാസിഫൈ ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അതായത് നല്ല കുട്ടി, പാവം കുട്ടി, എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നത്, എല്ലാവരും ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യണത് ഒരു കുട്ടി, അങ്ങനെ പറഞ്ഞ കുറേ ടേംസ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, ഭയങ്കര റെബല്യസ് ആണ്, അവൾ ആരും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കൂല, അവളുടെ തോന്നിവാസത്തിന് ജീവിക്കണതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ, ഓക്കെ, എൻ്റെ അമ്മ എന്നെ അങ്ങനെയാണ് പറയുന്നത്. ഈ രണ്ട് കാറ്റഗറിയിലും എനിക്ക് കുറച്ചും കൂടി തോന്നിയിരിക്കുന്നത്, നിങ്ങളൊരു നൈസ് ഗേൾ ആണ്, നിങ്ങളൊരു സ്വീറ്റ് ആണ്, സ്മാർട്ടാണ്, കൈൻഡാണ് എന്നുള്ള കോംപ്ലിമെൻറ്റ്സ് കിട്ടി വളർന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ ട്രസ്റ്റ് മീ, ആക്ച്വലി ഈ സൊസൈറ്റി നിങ്ങൾക്ക് ഇങ്ങനത്തെ ലേബിൾ തന്നിട്ട് നിങ്ങളൊരു കേജിൻ്റെ ഉള്ളിലിട്ടേക്കാണ്. അതായത് ഒരിക്കലും സ്വന്തമായിട്ടുള്ള പേഴ്സണാലിറ്റി പുറത്തേക്ക് കാണിക്കാൻ പറ്റാണ്ട് ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി വേറെ ഏതോ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ. ആൻഡ് ദാറ്റ്സ് റിയലി ക്രൂവൽ. ബിക്കോസ് ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരൊറ്റ ക്യാരക്ടർ ആയിരിക്കില്ല ഉണ്ടാവും, അയാൾക്ക് പല പല പേഴ്സണാലിറ്റീസ് ആണ്. നമ്മൾ വളർന്നു വരുന്നതോറും ചിലപ്പോൾ നമ്മൾ ഭയങ്കര റെബലിയസ് ആവും, നമ്മൾ ഒരാൾ നമ്മളെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ തിരിച്ച് പറയും, ഹാഷായിട്ട് ബിഹേവ് ചെയ്യും, അങ്ങനെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ആൾക്കാർ. എന്നാൽ ഇങ്ങനത്തെ ഒരു ലേബിൾ നിങ്ങൾക്ക് ഇട്ട് തരുമ്പോൾ ഇൻഡയറക്ട്ലി അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നീ ഇങ്ങനെ ഒരു നൈസ് ഗേൾ ആയിട്ട് തന്നെ ഇരിക്കണം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒരിക്കലും ആൾക്കാർ മുമ്പിൽ കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെ കേട്ട് വളർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ കോംപ്ലിമെൻറ്റ്സ് ആയിട്ട് കിട്ടിയേക്കുന്ന പെൺകുട്ടികളാണ് നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതാവസാനം വരെ അങ്ങനെ ആൾക്കാരെ പ്ലീസ് ചെയ്തുകൊണ്ട് ഗുഡ് ചൈൽഡായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഒരു പോയിന്റ് എടുത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഗട്ട്സും ഇട്ടിട്ട് ഒരു റെബൽ കിഡായിട്ട് നിങ്ങളുടെ സ്വന്തം പേഴ്സണാലിറ്റീസ് അവർക്ക് എക്സ്പോസ് ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാം. ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ഐ ഓൾവേസ് ഗോ ഫോർ ദ സെക്കൻഡ്. ബിക്കോസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സൗകര്യത്തിനനുസരിച്ച്, കൺവീനിയൻസിനനുസരിച്ച് എപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ഒപ്പീനിയൻസും ഒക്കെ നിങ്ങൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. സോ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ബൈ.